എല്ലാം ഓക്കെയാ. ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകുണ്ടല്ലോ, കഴിക്കുന്നവരൊരു കുഴപ്പമില്ല, കുക്കിംഗ് ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇത് കഴുകണം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാനൊരു കുക്കിംഗ് വ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇവിടെ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്, അപ്പോൾ ചിക്കൻ കഴിക്കാനായിട്ട് നമുക്ക് കൊതിയാവുന്നു. കുറേ നാളായി ചിക്കൻ കഴിച്ചിട്ട്, ഒരു 3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് ചിക്കൻ കഴിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ തന്നെ എടുക്കാമെന്ന് വെച്ച് ഞാൻ അങ്ങനെ തുടങ്ങി. അപ്പം എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ചിക്കൻ ഫ്രൈ വെക്കുന്നത്. മെയിൻ കുക്ക് ഞാനാണ്, ഫ്രണ്ട് അവൻ സപ്പോർട്ടിങ് സ്റ്റാഫാണ്. അപ്പം അതുകൊണ്ട് ഞാനാണ് ഇത്തവണ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇനിയും അധികം വൈകാതെ നമുക്ക് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രൊക്കോളി ഉണ്ട്, പിന്നെ കോണും കൂടെ ഉണ്ട്. മുട്ട ബാക്ക് നിന്ന് അവരാണ് മുട്ട എന്ന് പറയുന്നത്. വലിയ ജിമ്മനായതുകൊണ്ട് അവന് ഡെയിലി ഒരു 10 മുട്ട കഴിക്കണം. അപ്പോൾ മുട്ട പുഴുങ്ങിയതുമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന മെനു. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം. അപ്പം നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് അടുക്കള. ഇത് എൻ്റെ വീട്ടിലെ അടുക്കളയല്ല, എൻ്റെ വീട്ടിലെ അടുക്കള ഇതിലും കുഞ്ഞതാ. ഇത് എൻ്റെ വീട്ടിലെ അടുക്കളയല്ല, ഇത് ഞാൻ താമസിക്കുന്ന കൊച്ചിയിൽ സ്റ്റേ ചെയ്യുന്ന വീട്ടിലെ കിച്ചണാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കണം. നമ്മുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജോട് വെക്കാൻ പോവാം. ഫസ്റ്റ് കരിഞ്ഞ കോൺ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ദെൻ എഗ്, തീരാറായ 2 എഗ് ശ്രദ്ധിക്കട്ടെ. പൊട്ടറ്റോ, ഇത് ട്വിൻസ് ആണെന്ന് തോന്നുന്നു. എടാ ഇത് കണ്ടിട്ട് ഇല്ലേ, കാലിങ്ങനെ വെച്ചിട്ട് വണ്ടിയെ പോകുന്നൊരു സാധനം ഇല്ലേ, അവർക്ക് ഇങ്ങനെ നടന്ന് സ്റ്റിയറിംഗ് ഒന്നും ഇല്ലാത്തൊരു സാധനം, അത്തേ പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഇത്രയൊക്കെ മതി, വലിയ ആഡംബരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെന്താ? ഇത് പെപ്സി നമുക്ക് ഇന്ന് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടി. അത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെ മതി, അധികം സാധനമൊന്നും വേണ്ട നമുക്ക്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഇത്രയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ ഇതാണ്. ഇവിടെ ഒരാളെ ഞാൻ വ്ളോഗ് എടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഇച്ചിരി അങ്ങോട്ട് എടുക്കും, അങ്ങോട്ട് മാറിപ്പോയിരിക്കും. കുക്കിംഗ് വീഡിയോ ആണെന്നേ മറന്നുപോയി. ഫുൾ ടൈം വ്ളോഗ് എടുക്കേണ്ട സാധനമാണെന്നും ബാക്കി ഇരിക്കുന്ന ആൾ ബാക്കി ഇരിക്കുന്ന ആൾ മറന്നു. കണ്ടല്ലോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചതാണ്. മറ്റേ സൊമാറ്റോയുടെ എന്തൊരു സാധനമാണ് ബ്ലിങ്കിറ്റ്, അതിനകത്തൊന്ന് മേടിച്ചാൽ മറ്റേ ഇൻസ്റ്റാമാർട്ടൊക്കെ പോലത്തെ. എന്താ, നല്ല മഴയായിരുന്നു. മഴയത്ത് ആ ചേട്ടൻ കഷ്ടപ്പെട്ട് വഴിയൊക്കെ തെറ്റി എങ്ങാണ്ട് പോയി നിന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി മേടിക്കുമായിരുന്നു. ഇച്ചിരി ഉള്ളു കേട്ടോ, ഇതെനിക്ക് പോലും തികയെന്ന് തോന്നില്ല. ഇതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇച്ചിരി ചിക്കൻ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇച്ചിരി ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ കൊതിച്ചിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. കടയിൽ നിന്ന് മേടിച്ച് മടുത്തു. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കടയിൽ നിന്ന് കഴിക്കാൻ. എന്നിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കൽ ഞങ്ങൾ നിർത്തിയിട്ട് ഇപ്പോൾ കുക്കിംഗ് വീട്ടിൽ തന്നെ ചെയ്യണം. നമ്മൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലെ ആയതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്ക് 5-6 പാത്രമേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇത് മഞ്ഞോ അപ്പോൾ ഇതൊന്ന് ഐസൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം അത്രയും നേരം നമുക്ക് അതോടെ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രൊക്കോളിക്കകത്ത് ചിലപ്പോൾ പുഴുക്കളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ബ്രൊക്കോളി മേടിച്ചിട്ടുണ്ട്. ബ്രൊക്കോളി എന്നല്ലേ പറയുന്നത്, വേണമെങ്കിൽ കുറച്ച് ഫാഷനിൽ ബ്രോക്കലി എന്ന് വേണേലും പറയാം. അപ്പോൾ ബ്രൊക്കോളി അത് മതി. അപ്പോൾ ബ്രൊക്കോളി മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. അപ്പോൾ അങ്ങനെ ഇത് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെറിയ പ്രാണികളും പുഴുക്കളും ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞളൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ ഇത് കഴുകിയെടുക്കാം. ഇത് ഇത്രയും വെള്ളം മതി. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ട് വേവിച്ചെടുക്കാം.
ഇച്ചിരി ഉപ്പ്, പറക്കുന്ന കേട്ടോ, ഇച്ചിരി മഞ്ഞൾ. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇത് ബ്രൊക്കോളി നമുക്ക് ഇൻഡക്ഷനിലാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. ഇൻഡക്ഷനിൽ ഉണ്ടാക്കുന്ന നമുക്ക് ഓരോ സാധനങ്ങളും വെച്ച് അതുണ്ടാക്കിയിട്ട് വേണം അടുത്തുണ്ടാകും. ഗ്യാസ് ഉണ്ട്, ഗ്യാസൊന്നും ഞങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല, അധികം കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് വെക്കാം. അയച്ചു നേരം കിടന്നങ്ങോട്ട് തിളച്ച് വേവട്ടെ. അപ്പം ആ ഒരു ഗ്യാപ്പിൽ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്കിതിനെ അൺഡ്രസ് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ ഈ തൊലികളെല്ലാം കളഞ്ഞ് കോൺ മാത്രമായിട്ട് എടുക്കാം. നമ്മളിന്ന് ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്, ഭയങ്കര ഹെൽത്തി ഡിന്നറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഭയങ്കര വല്ലപ്പോഴുമാണ് നമ്മൾ ഇങ്ങനത്തെ ഹെൽത്തി ഡിന്നറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്. അടുത്ത മാസം തൊട്ട് ഫുൾ ഇങ്ങനെയാണ്. കാരണം ഞങ്ങൾ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിപ്പിൻ്റെ കൂടുതൽ കൊണ്ടിട്ട് ഞങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഹെൽത്തി ഉള്ളി. കോണ് ബാംഗ്ലൂർ പോയപ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പുള്ളി ഉണ്ടാക്കുന്ന കണ്ടാണ്. പക്ഷെ അവരിങ്ങനത്തെ അല്ല ഉണ്ടാക്കുന്നത്, മറ്റേ പാക്കറ്റഡ് കോൺ ഇങ്ങനെ പൊളിച്ച് അല്ലി അല്ലിയായിട്ട് എടുത്തേക്കുന്നുണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കോൺ റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇങ്ങനെയല്ല കഴിക്കണ്ടേ, ഇതിന് വേറെ പരിപാടികളുണ്ട്. അപ്പം ഇത് ഈ പ്ലേറ്റിൽ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ബ്രൊക്കോളി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയെന്ന് തോന്നുന്നു, അത് ഇച്ചിരി വെന്തോട്ടെ. സാധനം ഇവിടെ നല്ല സൂപ്പറായിട്ട് തിളച്ചിട്ടുണ്ട്. ബ്രൊക്കോളിയൊക്കെ ഹെൽത്തിയാണ്, നിങ്ങളൊക്കെ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് മേടിച്ച് പൈസ കളയണ്ട, നല്ല പൈസ കേട്ടോ. ഇച്ചിരി പോകുന്ന ഈ സാധനത്തിന് ഇത്രയും മേടിച്ചതിന് 100 രൂപയായി. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുമായത്. അതുകൊണ്ട് ഞാനിത് വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 തവണ കഴിക്കാറുള്ളൂ, ഇത്രയും പൈസ ആയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ കഴിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ഒന്ന് ടേസ്റ്റ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. ഞാൻ എന്താ പറഞ്ഞേ, ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് വെന്തോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സാധനം എനിക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അമ്മ എടുത്ത് ചോദിക്കും, അമ്മ ഇത് വെന്തോ നോക്കാൻ പറയുമ്പോൾ അമ്മ പറയും ഇത് വെന്തോന്ന്. അതായിരുന്നു എൻ്റെ കണക്ക്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അമ്മയെ വിളിച്ച് കാണിച്ചാലും അമ്മയ്ക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ സ്പൂൺ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് വെന്തു. ഇപ്പം ഇറങ്ങിപ്പോകുന്നുണ്ട്, അപ്പോൾ ഇത് വെന്തു. എൻ്റെ ലോ ഓഫ് ഐശ്വര്യ ഐഷ്, അതാണ് ഇതിൻ്റെ വേവ്. ബാക്ക് നിന്ന് എന്നെ ട്രോളുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കാരണം ഇതൊക്കെ എനിക്ക് ശീലമാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഷോപ്പിലൊക്കെ ചെന്നിട്ട് നമ്മൾ കഴിക്കാൻ മേടിക്കുമ്പോഴും ഇതിങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ കുത്തി നോക്കുമ്പോണ്ടോ ഇത് സാധനം കോളിഫ്ലവറിൻ്റെ ഒക്കെ ഒരു വേരിയന്റ് ആണ്, വേറൊരു ജീനിലുള്ളതായത് കോളിഫ്ലവറിൻ്റെ. ഇതായിട്ടുണ്ട്, കാരണം ഇത്ര നേരം തിളയ്ക്കുമ്പോഴത്തേക്കും ഇതാവേണ്ടതാണ്. ഇത് തന്നെയല്ല, പച്ചക്കറിയൊക്കെ ഇച്ചിരി പച്ചക്ക് തന്നെ കഴിച്ചുകൊണ്ട് ഒന്നും വരത്തില്ല, ഹാഫ് ബോയിൽഡ് ആണ് നല്ലത്. അപ്പം ഇത് നമുക്ക് ഓഫ് ചെയ്യാം. സംഭവം സെറ്റ് ആയിട്ടുണ്ട്, ഇത് നമുക്ക് ഇന്ന് മാറ്റി വെക്കാം. ഓക്കെ, അതവിടെ ഇരിക്കുന്നത് കുറച്ച് നേരം തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മളിവിടെ മാറ്റി വെച്ച ചിക്കൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതെടുക്കാം, കഴുകിയെടുക്കാം. അപ്പോൾ ചിക്കൻ പീസൊക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് പെട്ടെന്ന് കഴുകിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് ചിക്കൻ നല്ല സൂപ്പറായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് വേവിക്കണം. ചിക്കനിൽ വേണ്ട സാധനങ്ങൾ, ഫസ്റ്റ് നമ്മളിടുന്നത് മഞ്ഞപ്പൊടി,
പാൻ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൈ വെക്കുന്നത്. പറക്കും. മഞ്ഞപ്പൊടിയൊക്കെ ഇച്ചിരി ഇരുന്നോട്ടെ. മഞ്ഞപ്പൊടി, മുളക് പൊടി ഞങ്ങൾ ഇതിനകത്ത് ഇട്ട് വെക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ, അപ്പോൾ ഇതിനകത്ത് ഇട്ട് വെക്കും. എന്നിട്ട് കവറിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമേ പൊട്ടിച്ചെടുത്തുള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ. ഇച്ചിരി കൂടെ 2 സ്പൂൺ. എനിക്ക് ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഊഹത്തിന് അങ്ങ് ഇടുക. എന്നിട്ട് അവസാനിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇത്ര സാധനങ്ങളൊക്കെയാണ് ഇടേണ്ടത്. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ ഇട്ടാൽ മതി. നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് ഇത്ര സ്പൂൺ ഇടണമെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ ഇത് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ. ഗരം മസാലയാണിത്. ഗരം മസാല ഒത്തിരി വേണ്ട, ഇച്ചിരി മതി, ചുവയ്ക്കും. ഗരം മസാല ഒരു ഇച്ചിരി പൊടി. ചിക്കൻ മസാല നല്ലതാട്ടോ. ചിക്കൻ മസാല ഇച്ചിരി നല്ലതായിട്ട് കേട്ടോ. ഉപ്പ് ഇത്രയും അത്ര ഇരിക്കട്ടെ. കുറവാണോ? എന്നാൽ ഇച്ചിരി കൂടെ അത്ര മതി. ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ, മറ്റേ ഗാർലിക് പേസ്റ്റ് അല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേടിച്ച് വെച്ചിരിക്കുന്നത് അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിനകത്തൊരു ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മതി, അത്ര മതി. ഇത്രയും സാധനം നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കണം. കൈ വെച്ച് ഇളക്കിയാൽ മതിയേ. അല്ല, നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കാം, കൈ വെച്ചിട്ട് ഇളക്കിയാൽ മതി. അതാണ് നമുക്കൊരു കംഫർട്ടബിൾ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇച്ചിരി മതി, അധികം വെള്ളം വേണ്ട, ഇത്ര വെള്ളം മതി. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിക്കാം. ഒരു 3 വിസിലൊക്കെ മതി. ഓക്കെ. പിന്നെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിരിക്കട്ടെ. ഇതൊരു 3 വിസിലടിക്കാം. അപ്പോൾ ഇനി 3 വിസിലടിച്ച് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 3 വിസിലൊക്കെ വന്ന് അതിൻ്റെ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പേടിയാണ്. ഓക്കെ, റെഡി? 1 2 3. പേടിക്കില്ല ആകാശേ. ആഹാ, നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ചിക്കൻ കറി ആയിട്ടുണ്ടാവും. ഇതിനി നമ്മൾ ഫ്രൈ ചെയ്താൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ ഒരു പാത്രത്തിലോട്ടാക്കി. ഇനി നമുക്ക് ആ കുക്കർ തന്നെ കഴുകി വെച്ചിട്ട് വേണം എന്താക്കാൻ. ആക്ച്വലി നിങ്ങൾ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, ഇച്ചിരി വെള്ളം കൂടുതലാണ്. കറിയൊക്കെ ആക്കാനാണെങ്കിൽ മതി ഇത്രയും വെള്ളം, അല്ലെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട. നമുക്ക് ഈ കോൺ ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. നല്ല കഷ്ടപ്പാടാണ്. കോൺ ഇങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ലേ. ഓക്കെ. 1 നീ പിച്ചാത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടാണോ? ഓക്കെ, 3 മതി. ഇത് നമുക്ക് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. ഇത് കുക്കർ 1 2 3 ഈ 3 പീസ് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഇതും കൂടെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലടിച്ചാൽ മതി. ഓക്കെ. ഇത് ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കോൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ വെച്ചൊരു 3 വിസിൽ. അപ്പോൾ ദേ നമ്മുടെ കോണും ഒരു 4 വിസിലടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ. അപ്പോൾ ഇനിയാണ് നമ്മളുടെ എവിടെ പോയി ക്യാമറ. അപ്പോൾ ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടികൾ. ഇപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് അത് കമ്പൈൻ ചെയ്ത് നമ്മൾ ടേസ്റ്റി ഫുഡാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രൊക്കോളി തന്നെ ഉണ്ടാക്കാം. ഇതിൽ ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് ഫുൾ എണ്ണയായി പോകും. അപ്പോൾ ബ്രൊക്കോളിക്ക് പാൻ വെക്കുക. ഇവിടെ പാൻ വെച്ച് ഓണാക്കുക. ഓക്കെ. നമുക്ക് മസ്റ്റേർഡ് ഓയിലും ഉണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഉണ്ട്. അപ്പോൾ ഈ മസ്റ്റേർഡ് ഓയിലിന് ചെറിയ മണം കാണും. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ എല്ലാവരും മസ്റ്റേർഡ് ഓയിലാണ് എടുക്കുന്നത്. മസ്റ്റേർഡ് ഓയിൽ ഏതൊക്കെ ഫുഡിനാണ്
നല്ലതെന്ന് എനിക്ക് അറിയത്തില്ല. കുക്കർ പൊട്ടിത്തെറിക്കാൻ പോവാണെന്നാ ഗൈസ് തോന്നുന്നത്. വെയിറ്റ് അതൊക്കെ അപ്പൊ നമ്മള് ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇപ്പം ഇച്ചിരി മസ്റ്റർഡ് ഓയിൽ ഒഴിക്കുക. എനിക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇച്ചിരി മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണ. ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് ഞാൻ പറഞ്ഞ കടുകെണ്ണ. കണ്ടോ, ഒരു മണം വരുന്നില്ല. അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും മസ്റ്റർഡ് ഓയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ വെള്ളം കുറച്ച്. എൻ്റെ കുക്കറിന് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. വരുന്നില്ലല്ലോ. സേഫാണ് ഗൈസ്. എന്തായാലും കുറച്ച് ആറട്ടെ, നമുക്കത് അവിടെ തന്നെ വെക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ കോൺ ഇട്ടിട്ട് വഴറ്റാം. പോസ് ചെയ്തോ വീഡിയോന്ന്. ആരും പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല ഇവിടെ. നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് എന്തെങ്കിലും സാധനം ഇങ്ങനെ ഇടുമ്പോൾ ഇച്ചിരി നമ്മൾ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കൈ കൊണ്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഉപ്പിടുന്നത്. ഉപ്പിടുക, നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉപ്പ് പോരാന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ ഇടുന്നു. എനിക്ക് എല്ലാത്തിനും ഇച്ചിരി ഉപ്പ് അധികം വേണം. പക്ഷെ പ്രഷറാകുമ്പോൾ എൻ്റെ സോക്കേറ്റങ്ങ് മാറും. ഇച്ചിരി ഉപ്പിടുക. പക്ഷെ നിങ്ങൾ അധികം ഉപ്പ് കഴിക്കാതിരിക്കുക. ഞാൻ ഇട്ടത്ര ഉപ്പൊന്നും ആരും കയറ്റിയിടരുത് കേട്ടോ. സോസൊന്നും ബ്രൊക്കോളിക്കകത്തിടത്തൊന്നും ഇല്ല. ഇച്ചിരി കൂട്ടി വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബ്രൊക്കോളി ഇപ്പോൾ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്ത് നമ്മൾ ഇതിനെയും മാറ്റി വെക്കാം. പാൻ ചൂടായിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇടാം. ഇത്ര ബട്ടർ. ബട്ടർ ഇട്ടു. കുറച്ച് വെക്കണേ, വലിയ ബട്ടർ കരിഞ്ഞു. ബട്ടറിനകത്തോട്ട് നമ്മൾ ഈ കോൺ ഇടാം. ഇട്ടിട്ട് ഇത് ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട്
അപ്പോൾ കോണും റെഡിയായി. കോണും പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ പാനിനകത്താണ് നമ്മൾ ചിക്കൻ വറുക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെയും പാൻ വെച്ചു. പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഗോൾഡ് വിന്നേഴ്സ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. പക്ഷേ പാൻ ഓൺ ആക്കിയില്ല. പാൻ ഓൺ ആക്കണം കേട്ടോ, അത് മറക്കരുത്. പാൻ ഓൺ ആക്കിയിട്ട് കുറച്ച് എണ്ണ, നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചായതുകൊണ്ട് കുറച്ചെണ്ണ മതി. എനിക്ക് ഒത്തിരി എണ്ണ കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് കുറച്ച് എണ്ണ എടുക്കുക. കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇടാം. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ, വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടാം. സൗണ്ട് കേൾക്കട്ടെ, നിങ്ങൾ പേടിക്കണ്ട, പൊട്ടിത്തെറിക്കത്തൊന്നും ഇല്ലത്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാവേ. ഇതിപ്പോൾ ഒരു സൈഡും കൂടെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് മുരിയുണ്ട്, കാരണം ഇത് ഓൾറെഡി വേവിച്ച് വെച്ചതായതുകൊണ്ട് ഒരുപാട് മുരിയുണ്ട്. തന്നെയല്ല നല്ല വിശപ്പുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മതി. ഇതൊന്ന് പ്ലേറ്റിലേക്ക് ആക്കുമ്പോൾ ഞാൻ ഇനി കാണിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് സ്റ്റീംഡ് ചിക്കൻ. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ ഫ്രൈ നമുക്ക് ഇനിയും പ്ലേറ്റിലോട്ടാക്കാം. നല്ല മണമൊക്കെയുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ. ഇതും കൂടെ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു വൺ അവർ എടുത്തെന്ന് തോന്നുന്നു ഇത്രയും വെക്കാൻ. കാരണം ഇത്രയും ടൈം എടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു ഇൻഡക്ഷനേ ഉള്ളൂ, ഒരു പാനേ ഉള്ളൂ, ഒരു കുക്കറേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് വേണം നമുക്ക് അടുത്തത് വെക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്, അല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ക്യാമറ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനമൊക്കെ കാണിച്ചു തരാം. നമ്മുടെ മെയിൻ ഡിഷ് ചിക്കൻ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. ബ്രോക്കോളി, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട, അതുപോലെ തന്നെ കോൺ. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. അപ്പം ഞാനിത് പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ അതും കൂടെ കാണിച്ചു തരാം. നമുക്ക് ബ്രോക്കോളിന്ന് തുടങ്ങാം. കുറച്ച് ബ്രോക്കോളി, അതുപോലെ കോൺ. ചെറിയ പനിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, കഴിക്കുമ്പോൾ അതൊക്കെ മാറും. അപ്പോൾ കോൺ, അതിനുശേഷം ചിക്കൻ കൈ കൊണ്ടെടുക്കാം. ചിക്കൻ, എനിക്കിങ്ങനെ എല്ലുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ല്, ചിക്കൻ, എഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ഡിന്നർ. അപ്പോൾ ഇത്രയും മുട്ട ഉരുണ്ട് കളിക്കുന്നുണ്ട് മുട്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ഡിന്നർ. ഇങ്ങനെയൊക്കെ കഴിക്കാമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല, കാരണം ഇതിലൊന്നും അധികം എണ്ണയൊന്നും ചേർത്തിട്ടുള്ള സാധനമല്ലല്ലോ. ഇതിനകത്ത് മസ്റ്റേർഡ് ഓയിലാണ് ചേർത്തത്, ഇതിനകത്ത് ബട്ടറാണ് ചേർത്തത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇതൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. മുട്ട 2 കഴിക്കും, പിന്നെ 2. ഓക്കെ, 2 പോകുന്നതുകൊണ്ടാണ് ഇതെടുത്ത് മാറ്റിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഫില്ലിങ് ആണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്, പക്ഷേ നേരത്തെ കഴിക്കണം, ഇത്ര ലേറ്റ് ആയിട്ട് കഴിക്കണ്ട, നേരത്തെയൊക്കെ കഴിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫുള്ള് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ.
അപ്പം എന്തായാലും ഇത്ര ആയില്ലേ, ഞാൻ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കഴിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. ഫസ്റ്റ് ഞാൻ ചിക്കനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കൻ സൂപ്പറാണ്. ശരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല, നല്ല ടേസ്റ്റാ. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് അല്ല ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണല്ലേ എന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കോണും കണ്ടോ ബാക്കിൽ നിന്ന് പറയുന്ന കേട്ടോ എന്നൊക്കെ പറഞ്ഞേ. എൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ ഇഷ്ടമില്ലാത്ത ഫ്രണ്ട് ബാക്കിൽ നിന്ന് പറയുന്നതാണ്. സൂപ്പർ അല്ലായിരുന്നോ? സൂപ്പറായിരുന്നേ. കൈയുണ്ട്. കോണ് പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കി അതിനകത്തോട് നല്ല ബട്ടറൊക്കെ ഇട്ട് സൂപ്പറാണ്. വെയിൽ കഴിക്കും. ബ്രൊക്കോളി ഇതാണ് മീൻ. ഇത് ആക്ച്വലി നമ്മൾ ഇങ്ങനെയല്ല കഴിക്കണ്ടേ. ഇതിനകത്ത് ഇതിവിടെ വെച്ചിട്ട് കുറച്ച് മയണൈസ് നമുക്ക് തൂക്കാം. ഹെൽത്ത് കുഴപ്പമില്ല, മയണൈസ് നിങ്ങൾ തൂക്കണ്ട. നമ്മൾ ഹെൽത്ത് നോക്കണമല്ലോ. പക്ഷെ നല്ലതാണ്, വരുന്നില്ലല്ലോ. എടുക്കുക. പക്ഷെ എനിക്കൊരു സജഷൻ പറയാനുള്ളത് എന്താന്ന് വെച്ചാ, മസ്റ്റേർഡ് ഓയിലിൽ ബ്രൊക്കോളി ഉണ്ടാക്കണ്ട. എന്ന് വെച്ചാൽ മസ്റ്റേർഡ് ഓയിൽ അച്ചാറൊക്കെ ഇടാനാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഈ മസ്റ്റേർഡ് ഓയിലിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കയറി വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ. നിങ്ങൾ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കി, ഒലിവ് ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിലാണെങ്കിലും അത്ര പ്രശ്നം വരത്തില്ലായിരുന്നു. മസ്റ്റേർഡ് ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുത്തൽ വരുന്നുണ്ട്. അതൊഴിച്ച് നല്ല സൂപ്പറായിരുന്നു ഡിന്നർ സൂപ്പറാണ്. അപ്പം ഇനി ഞാൻ എന്തായാലും ഇത് കഴിച്ചു തീർക്കട്ടെ. ഇനിയും അടുത്ത ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് കഴിച്ചു തീർക്കാം.